അതിലിങ്ങനെ ഞാൻ വിടണമായിരിക്കും. താല്പര്യമാണോടി? പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി, എന്നിട്ട് പോകുന്ന വരുന്ന എല്ലാവരോടും പറ എന്നെ ഒന്ന് തടവി വിടാൻ. എന്താ രാമേന്ദ്ര പ്രശ്നം? മഞ്ജു പിള്ളയുടെ മകളായിട്ടുള്ള ദയാ സുജിത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തൊരു ഫോട്ടോയാണല്ലോ ഇപ്പൊ പലയിടത്തെയും ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. ആക്ച്വലി ചർച്ച ആയത് ആ ഫോട്ടോ അല്ലേ കേട്ടോ. ആ ഫോട്ടോക്കെതിരെ ഒരാൾ നടത്തിയ പ്രതികരണമാണ്. അതിനെ പ്രതികരണം എന്നൊന്നും വിളിക്കാൻ പറ്റില്ല, തെറി അഭിഷേകം അങ്ങനെ പറയേണ്ടി വരും. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഈ തെറി അഭിഷേകം നടത്തിയത് മറ്റാരുമല്ല, വണ്ണന്റെ ഉള്ളി ഷെഫീന ബീവി. എന്തൊക്കെയാണ് ഈ സ്ത്രീ വിളിച്ചു പറയുന്നത്? അനുഭവം കൊണ്ട് പറയണോ? ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല മെന്റൽ സ്ട്രെങ്ത് വേണം, അല്ലെങ്കിൽ പരിപാടിക്ക് പോരും. കുറച്ച് കാലം മുമ്പ് ഈ പറഞ്ഞ ദയാ സുജിത്ത് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഫോട്ടോ സൈഡിൽ കൊടുക്കാം. പുള്ളിക്കാരൻ എന്തോ മോഡലിംഗിന്റെ ഭാഗമായിട്ട് പോസ്റ്റ് ചെയ്തൊരു ഫോട്ടോയാണ്. ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞാണെങ്കിൽ ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. എന്നെ ചീത്ത വിളിക്കൂ, വേണമെങ്കിൽ നല്ല ഇടി ഇടിക്കൂ, അപമാനിക്കൂ, പക്ഷെ ഉപദേശിക്കരുത്. അതോടെ പുള്ളിക്കാരൻ എന്ത് ചെയ്തെന്ന് അറിയോ? തന്റെ യൂട്യൂബ് ചാനൽ വന്നിട്ട് ദയാ സുജിത്തിനെതിരെ ചറപ്പറ തെറി വിളിക്കാൻ തുടങ്ങി. നിങ്ങളോട് പറയാനാണെങ്കിൽ 22 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു തെറിവിളിയായിരുന്നു അത്. എന്തൊക്കെയാണ് ഈ സ്ത്രീ പറയുന്നത്? വയസ്സുകാലത്ത് ഓരോരുത്തന്മാരുടെ ഓരോ പൂതികളെ. എനിക്കതല്ല, തലക്കോളം കിറക്കഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു വിട്ടു. മഞ്ജു പിള്ളയോടാണ് എന്റെ ചോദ്യം. ആകെ ഒരു മകളേ ഉള്ളൂ, നിനക്കതിന് ഇത്തിരി മര്യാദ പറഞ്ഞു കൊടുത്തൂടെ? ഇതിനിങ്ങനെ കയറൂരി വിട്ടിരിക്കുവാണോ? കുട്ടികളുടെ വിചാരം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരുടെ വിചാരം തുണി പറിച്ച് അങ്ങോട്ട് എറിയാണ് സ്വാതന്ത്ര്യം. അങ്ങനൊക്കെ ഉണ്ടോ? എനിക്ക് തോന്നില്ല അങ്ങനൊക്കെ ഉണ്ടെന്ന്. നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ, നീ വെറും കൂതറയല്ല, ലോക കൂതറയാണ്. പിന്നെ മഞ്ജു പിള്ളയുടെ മകൾ എവിടെയും വന്ന് പറഞ്ഞിട്ടില്ല ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമാണ്, സ്ത്രീകൾ എല്ലാവരും എന്നെ കണ്ട് പഠിക്കണമെന്ന്. അവരങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എവിടെയും നടത്തിയിട്ടില്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. മാറുമറയ്ക്ക സ്വാതന്ത്ര്യമില്ല. പെണ്ണുങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ട്. ഈ കുട്ടി 13 വയസ്സുള്ള കുട്ടീനെയാണ് കൊണ്ടുപോയി ചിന്ന ഭിന്നമാക്കി കൊന്നു കളഞ്ഞത്. അത് ശരി, 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ചിഹ്നം ഭിന്നമാക്കി പീഡിപ്പിച്ചു കൊന്നു എന്ന് കരുതി ദയാ സുജിത്ത് എന്ത് ചെയ്യണം? പുതപ്പ് മൂടി നടക്കണം എന്നാണ് നിങ്ങൾ പറയുന്ന സ്ത്രീയെ. നിനക്ക് ഇതെങ്ങനെ സാധിക്കുന്നതാവോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷെ നിന്റെ അപ്പൻ ഇതെങ്ങനെ സാധിച്ചെടുത്തടാ? ഇന്നും സാമൂഹിക വ്യവസ്ഥയിൽ സ്ത്രീ എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ മാത്രമാണ്, ഒരു മെറ്റീരിയൽ മാത്രമാണെന്ന് എത്ര പറഞ്ഞാൽ നിനക്കൊക്കെ മനസ്സിലാവും. ഇങ്ങനെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് നിനക്കൊക്കെ എന്താ മനസ്സിലാക്കാത്തെ? നീ ഒരു മെറ്റീരിയൽ ആണോ? നോ കോമൺ സെൻസ്. മര്യാദക്ക് ഇല്ലെങ്കിൽ ഞാൻ മഹാ ചീത്ത. അതെനിക്കറിയാമോ താ ചീത്തയാണെന്ന്, പക്ഷെ ഇത്രയും ചീത്തയാണെന്ന് എനിക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? ഇതിലൊക്കെ വില്ലിക്കാൻ വേണ്ട ഓട്ടപ്പാച്ചിൽ ഭ്രാന്തെടുത്ത് ഓടുന്ന ഓരോ വീട്ടമ്മമാര് ഫേസ് ചെയ്യുന്നതാണ്. അതിന്റെ ഇടയിൽ കൂടെ വരുന്ന ആ കൈകൾ, തോണ്ടൽ, എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അതൊരു ശരീരം മാത്രമായിട്ട് കാണുന്ന ഒരു വൃത്തികെട്ട മെന്റാലിറ്റി ഈ സമൂഹത്തിൽ ആണുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. നിന്നെയൊക്കെ പോലുള്ള വിഷജന്തുക്കളാണ്, വേഷജന്മങ്ങളാണ്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? എങ്ങോട്ടാണ് ഈ പറഞ്ഞു പോകുന്നത്? എന്താണ് ഈ പറയുന്നത്? വല്ല ബോധമുണ്ടോ? ഒരു ലൈസൻസ് ഇല്ലാത്ത നാവും ക്യാമറയും ഉണ്ടെന്ന് കരുതി ആരെ കുറിച്ചും എന്ത് തോന്നിയ ദിവസവും പറഞ്ഞുണ്ടാക്കാമെന്നാണ് നിങ്ങൾ കരുതി വെച്ചേക്കുന്നത്? ആയുസ് തീർന്നിട്ട് ആർത്തി തീർന്നില്ലേ? എന്തൊരു ഒലിപ്പ്! പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? എന്നാൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനും ഉന്നമനത്തിനും വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിയാണെന്നൊക്കെ ആഘോരാർത്ഥം പ്രയത്നിക്കുന്ന ഇതേ ഷെഫീന തന്നെ ആണുങ്ങൾ പെണ്ണുങ്ങളെ കയറി പീഡിപ്പിക്കാനുള്ള കാരണം പെണ്ണുങ്ങൾ തന്നെയാണെന്ന് പറയാൻ കാണിച്ച മനസ്സുകൾ ആരും കാണാണ്ട് പോയത്. അതിലിങ്ങനെ ഞാൻ വിടണമായിരിക്കും. താല്പര്യമാണോടി? പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി, എന്നിട്ട് പോകുന്ന വരുന്ന എല്ലാവരോടും പറ എന്നെ ഒന്ന് തടവി വിടാൻ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്, സെൽഫ് കൺട്രോൾ. അല്ല, ഈ സ്ത്രീയെ അടക്കി നിർത്താൻ ആരും ഇല്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇവരുടെ മക്കൾ ഇതൊന്നും കാണുന്നില്ലേ? എന്ത് മക്കള്? അവരൊക്കെ ചിലപ്പോൾ ഒഴിവാക്കി വിട്ടതായിരിക്കും ഇവരെ. കാരണം എങ്ങനെ നാവിന് ലൈസൻസ് ഇല്ലാത്ത ഒരാളെ നിയന്ത്രിക്കാൻ ഭയങ്കര പാടായിരിക്കും. ഞാൻ പോകുന്നു. ബൈ ബൈ.